ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും മേക്കപ്പ് ചെയ്യണമല്ലോ, അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ അപ്ലൈ ചെയ്തേക്കുന്ന ഒരു ഡോട്ടാങ്കിൻ്റെ ക്രീമാണ് കേട്ടോ. അതൊരു സെറ്റായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് മേടിച്ച് തന്നതാണ്. അതിനുശേഷം ഇത് മേബ്ലിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് തേച്ചേക്കുന്നത്. ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ യൂഷ്വലി ഇതൊക്കെ അപ്ലൈ ചെയ്യാറ്, കാരണം എനിക്ക് മോസ്റ്റ് കംഫർട്ടബിൾ അത് തന്നെയാണ്. അതിനുശേഷം ഡോട്ടാങ്കീൻ്റെ തന്നെ ഒരു ലിപ് ബാം തേച്ചു. ഇത് പിന്നെ മാഴ്സിൻ്റെ ഒരു ലിപ് പാലറ്റാണ്. അതിൻ്റെ അകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പരന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് എക്സസൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരന്നത് പിന്നെ തൂത്ത് കളയാണ് ചെയ്തത്. കാരണം ഇത് ക്യാമറേൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഓയിലി ഫീൽ. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്നൊരു ഒരു ഫ്രഷ് ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പരന്നതൊക്കെ ഒന്ന് ജസ്റ്റ് തൂത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് ഐക്കോണിക്കിൻ്റെ കാജലാണ് കേട്ടോ. അത് ജസ്റ്റ് കോർണേഴ്സിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഈ ഒരു ഹാക്ക്. നമ്മളത് വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബഡ്സ് വെച്ചിട്ടൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്മോക്കി എഫക്റ്റ് കിട്ടും കണ്ണിന്. അത്യാവശ്യം നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഒരു ടെമ്പിൾ ലുക്കാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വിങ്സ് ആയിട്ടൊന്ന് വരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണ് വരച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കണ്ണാടി എനിക്ക് അത്ര ഇണങ്ങിയത് കാരണം കണ്ണിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് നീണ്ടൊക്കെ പോയിട്ടുണ്ട്. വിചാരിച്ചതിൽ നീളമുള്ള വിങ്സൊക്കെ ആയിപ്പോയി. പിന്നെ അതൊക്കെ സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യണം കേട്ടോ. മസ്കാര ഞാനൊരു 2-3 കോട്ടിങ് ഇടാറുണ്ട്. ഒരു പ്രാവശ്യം ഇട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ കൂടി ഇടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വോളിമൈസ് ആവും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. എനിക്കതങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഇതൊരു തീർന്ന മസ്കാരേൻ്റെ സ്ഫൂളിയാണ് കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇനി കുറച്ച് ബ്ലഷായിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഇതൊരു ബ്രൗൺ ഷെയ്ഡ്, ഒരു മെറൂൺ ഷെയ്ഡിലുള്ളൊരു ബ്ലൂ ഹെവൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് കളറാണ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കളറായി. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ടിഷ്യൂവിൽ തൂത്ത് കളഞ്ഞെങ്കിലും ഇത് അത്യാവശ്യം ഡ്രൈയിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. ഇപ്പോൾ സെയിം കാജൽ എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് വാട്ടർ ലൈൻസിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു ടിഷ്യൂ എടുത്ത് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു ലാഷസ് അത്യാവശ്യം കട്ടിയിലുള്ള പോലെ ഒരു ഫീല് വരും. ജസ്റ്റ് കേട്ടോ, ഫേക്കായിട്ട് അങ്ങനെ തോന്നുന്നേ ഉള്ളൂ, പക്ഷേ ലൈൻ ചെയ്ത പോലെയാണ് ശരിക്കും ചെയ്യുന്നത്. അതിനുശേഷം ഒരു പൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. ആ പൊട്ടൊരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ തീരെ ഒരു എടുപ്പില്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ റെഡ് കളർ ഒരു പൊട്ട് തൊട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത് തൊട്ടു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ അടുപ്പിച്ചാണ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. അതിനെനിക്ക് പോകാൻ പറ്റിയില്ല. കല്യാണം എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് നടന്നില്ല. അപ്പോൾ ആ ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ സ്റ്റൈൽ എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടോ. കാര്യം ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തെങ്കിൽ എൻ്റെ ഹെയറിന് തീരെ ലെങ്ത് ഇല്ലാത്ത കാരണം എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അതിനകത്ത് മാറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എപ്പോഴും പോണി ടൈൽ തന്നെയാണ് കേട്ടോ കെട്ടാറ്. അപ്പോൾ എനിക്ക് ഇതൊന്ന് ചേഞ്ചായി വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മനസ്സുഖം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ കെട്ടിയത് മുഴുവൻ അഴിച്ചു പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും പോണി ടൈൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ കെട്ടാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് കൂടെ ഞാൻ മഞ്ജു വാര്യർ ഇൻസ്പയർഡ് ആയിട്ട് മുന്നിൽ കുറച്ച് മുടി മുറിച്ചിട്ടായിരുന്നു. അതെല്ലാം കൂടി പൊഴിഞ്ഞ് വീണിട്ട് അലമ്പാകുന്നുണ്ട്. മഞ്ജു വാര്യർ ഇൻസ്പയർഡിന് പകരം വേറെന്തോ ആയത്. പിന്നെ ഇത് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ജാസ്മിൻ ഫ്ലവർ ആണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കുറേ പേരുടെ റിവ്യൂസൊക്കെ കണ്ടിട്ട്, പക്ഷേ വിചാരിച്ച പോലെയല്ല, നല്ല ഫേക്ക് ലുക്ക് ഉണ്ടായിരുന്നു. അതിനത്ര നാച്ചുറാലിറ്റി ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ജിമിക്ക്. കഴുത്ത് അത്യാവശ്യം നല്ല കയറിയതായത് കൊണ്ട് തന്നെ ജിമിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബന്ധമില്ലാത്തൊരു വളയും കൂടിയാണ് ഇടുന്നത്. ഒരു കയ്യിൽ കയറാൻ എളുപ്പമാണെങ്കിലും മറ്റേ കയ്യിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞെക്കി കുത്തി കയറ്റി ഞാൻ എങ്ങനെയൊക്കെയോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മുടെ ലുക്കൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുടിയൊക്കെ മുന്നിൽ പൊഴിച്ചിട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി കുറച്ച് പട്ടി ഷോയൊക്കെ ആവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.